നമസ്കാരം. തൊടൂറ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിന്ന് 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ചന്ദ്രക്കലയും 2 നക്ഷത്ര ചിഹ്നവുമാണ്. നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ചന്ദ്രക്കലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലം ലഭിക്കുന്നതെന്നും നക്ഷത്ര ചിഹ്നമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ലഭിക്കുന്ന ഫലമെന്നും അറിയുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ചന്ദ്രക്കലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ലഭിക്കുന്ന ഫലം എന്ന് നോക്കാം. കുടുംബത്തിൽ സന്തോഷ വാർത്ത വരുവാൻ സാധ്യതയുണ്ട്. ഒരു പഴയ ആശങ്ക തീരുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു. യാത്രയോ പുതിയ തുടക്കമോ നല്ല ഫലം എന്തു തന്നെ ആയിരുന്നാലും അതിന് നല്ല രീതിയിലുള്ള ഫലം ലഭിക്കും എന്നാണ് കാണുന്നത്. സ്നേഹബന്ധങ്ങളൊക്കെ ഉറപ്പിക്കാവുന്ന സമയമാണ് ഈ ചന്ദ്രക്കല തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം. രോഗമോ വിഷമമോ മാറി മനസ്സും ശരീരവും ഉല്ലാസവും സന്തോഷവും നിറഞ്ഞതാകുന്നതായും കാണുന്നു. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. ഒരാഗ്രഹം പൂർത്തിയാകുമ്പോൾ മറ്റൊന്ന് ഉടൻ തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് കാണുന്നത്. ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള സൂചന ലഭിക്കുന്നതായും കാണുന്നു. വീട്ടിൽ ഒരു പുതു വാരം തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണിതെന്ന് കാണുന്നുണ്ട്. മനസ്സിൽ തോന്നിയ തീരുമാനം ശരിയായ ദിശയിൽ തന്നെയാണ് എടുക്കുന്നത് എന്നതിനുള്ള സൂചനയാണ് ചന്ദ്രക്കല തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്നത്. സഹനത്തോടെ കാത്തിരുന്നാൽ ഭാഗ്യം കൈവരും എന്ന് തന്നെയാണ് ചന്ദ്രക്കല തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്നത്. ആത്മീയമായിട്ടുള്ള പുരോഗതി ലഭിക്കുന്നതായും കാണുന്നു. രഹസ്യമായ ആഗ്രഹം ദൈവത്തിൻ്റെ വഴിയിലൂടെ തന്നെ പൂർത്തിയാകും. നമ്മൾ മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് നടക്കുകയാണെങ്കിൽ ദൈവം അത് സാധിച്ചു തരിക തന്നെ ചെയ്യും എന്നാണ്. വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനുള്ള നല്ല സമയമായി കാണുന്നു. ചന്ദ്രക്കല തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കാലക്രമേണയാണ് പൂർത്തിയാകുന്നത്. അതിനായി അല്പനേരം കൂടി കാത്തിരിക്കണം എന്നാണ് ചന്ദ്രക്കല തിരഞ്ഞെടുത്തവർക്ക് ഉള്ള ഫലം. ഇനി നക്ഷത്ര ചിഹ്നം തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാഗ്യനക്ഷത്രം ഉണരുന്ന സമയമായിട്ടാണ് നക്ഷത്ര ചിഹ്നം തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്നത്. പൂർവ പുണ്യഫലം മൂലം നല്ല അനുഭവങ്ങൾ ലഭിക്കും എന്നാണ് കാണുന്നത്. നിങ്ങളെ സഹായിക്കാൻ ഒരാൾ പ്രതീക്ഷിക്കാതെ തന്നെ എത്തും എന്നതും കാണുന്നു. ജീവിതത്തിൽ ചെറിയൊരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നതിൻ്റെ അടയാളവും കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല വഴിയിൽ തന്നെയാണ് നടക്കുന്നത്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഒടുവിൽ വിജയം തന്നെ കാണുന്നുണ്ട്. പ്രാർത്ഥനയും വിശ്വാസവും കൂടിയാൽ ആഗ്രഹം ഉറപ്പായും നടക്കും. പുതിയ തുടക്കമുണ്ടാകുകയും അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതും ആയിരിക്കും. ദൂരെ ആയിരിക്കും നിനക്കുള്ള അവസരം, പക്ഷേ അത് ഗുണകരമായി തന്നെ ലഭിക്കുമെന്നാണ് കാണുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ തന്നെ നക്ഷത്രം ഇപ്പോഴും നിന്റെ പക്കൽ, ഭാഗ്യനക്ഷത്രം നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു. ഒരു പഴയ ആഗ്രഹം അപ്രതീക്ഷിതമായി നിറവേറുമെന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത തന്നെയാണ് ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനുള്ള അടയാളമായി കാണുന്നത്. നക്ഷത്ര ചിഹ്നം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ആഗ്രഹം എത്രയും വേഗം പൂർത്തിയാകാൻ പോകുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.
ചന്ദ്രക്കലയും നക്ഷത്രവും രണ്ടും ആഗ്രഹം നിറവേറ്റുന്നതിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെയും ശുഭലക്ഷണങ്ങളായി തന്നെ കാണുന്നു. ചന്ദ്രക്കല മനസ്സിൻ്റെ ആഗ്രഹം കാലക്രമേണ പൂർത്തിയാക്കുമെങ്കിൽ നക്ഷത്ര ചിഹ്നം ലഭിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം വളരെ വേഗം സാധിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.